ഒരു ചൊല്ലുണ്ട്, സത്യം അതിൻ്റെ ചെരുപ്പിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നുണ ലോകത്തിന് ചുറ്റും ഒരു വട്ടം കറങ്ങി വന്നിരിക്കും എന്നുള്ള ഒരു ഒരു ചൊല്ലാണത്. പ്രോവർബാണ്. സത്യം ചെരുപ്പിട്ട് പുറത്തിറങ്ങുമ്പോഴേക്കും നുണ ഒരു ഭൂമിക്ക് ചുറ്റും ഒരു വലം വെച്ച് കഴിഞ്ഞിരിക്കും. അതാണ് നുണയുടെയും അദൃശ്യ അന്ധകാര ശക്തികളുടെയും ഇത് കഴിവ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം അംബാനി കുടുംബം അമേരിക്കയിൽ $300 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്. ടെക്സസിലെ ബ്രൗൺസ്വിൽ എന്ന സ്ഥലത്ത് ഒരു റിഫൈനറി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏകദേശം ഒരു 10-20 വർഷം മുമ്പ് അംബാനി ജാംനഗറിൽ ഇതുപോലെയുള്ള ഒരു ലോകത്തിലെ ഏറ്റവും വലിയൊരു ഗ്രാസ് റൂട്ട് റിഫൈനറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 300 ബില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം കോടാനുകോടി രൂപയായി നമ്മളൊക്കെ കണക്കൂട്ടി വരുമ്പോഴേക്കും. കാരണം ഇദ്ദേഹത്തിൻ്റെ ആസ്തി ഏകദേശം ഒരു 120 ബില്യൺ ഡോളറിനുള്ളിലും അതിലും മേലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ ഒരു പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇതിൽ ചെറിയ ഭാഗങ്ങളും ഇതൊക്കെ ആയിട്ട് ഉണ്ടാകാം. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. അംബാനി കുടുംബത്തിൽ ഏകദേശം ഒരു 10-35 വർഷം മുമ്പ് അംബാനിയിലെ ഇരട്ടക്കുട്ടികളാണ് ഇഷ അംബാനിയും ആകാശ് അംബാനിയും. അവർ ഇരട്ടകളാണ്. അവർ 91 കാലഘട്ടത്തിലാണ് അമേരിക്കയിലാണ് ഇത് ചെയ്യുന്നത്. ഇതിനെ പ്രഗ്നൻസി ടൂറിസം, അതായത് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പാണ്. അവർ അമേരിക്കൻ പൗരന്മാരാണ് എന്നാണ് അനുമാനം. അത് നേരിട്ട് അംബാനി കുടുംബത്തോട് ചോദിച്ചപ്പോൾ അവർ ഒഴിഞ്ഞു മാറാണ്. അവർക്ക് ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ അന്ന് പറയായിരുന്നു അതാണ് ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയായിരുന്നു. പക്ഷെ അന്ന് ഒഴിഞ്ഞു മാറി പത്രമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ നിന്ന് ഇഷ അംബാനിയുടെയും ആകാശ് അംബാനിയുടെയും അത് ഒരു പരസ്യരേഖയാണോ എന്ന് എനിക്കറിയില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് വേണ്ടവർക്ക്, ഇത് കേൾക്കുന്നവർക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ ഇഷ അംബാനിയും ആകാശ് അംബാനിയും ഇഷയുടെ മക്കളുമെല്ലാം അമേരിക്കൻ സിറ്റിസൺസാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും പണവും താല്പര്യങ്ങളും ഇരിക്കുമ്പോൾ അവർക്കൊരു ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. അവർ അമേരിക്കൻ പാസ്പോർട്ട് വെച്ച് യാത്ര ചെയ്യുന്നതായിരിക്കും അവർ ഗുണകരമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇപ്പോൾ പല പ്രമുഖരും അക്കാലങ്ങളിൽ ഇന്നും അമേരിക്കൻ പൗരത്വത്തിന് വേണ്ടി നമ്മുടെ രാഷ്ട്രീയ മേഖലയിലുള്ള പലപ്പോഴും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ജയശങ്കറിൻ്റെ മക്കൾ തൊട്ട് പീയൂഷ് ഗോയലിൻ്റെ മക്കളൊക്കെ ഇവിടെയാണ്. എല്ലാവരും പ്രമുഖരുടെ മക്കളൊക്കെ ഏകദേശം അമേരിക്കയിലും യൂറോപ്പിലാണ് അവരുടെ ജീവിതം സുഖകരമായിട്ട് ജീവിക്കാനായിട്ടുള്ള സ്ഥാനമായിട്ട് അവർ തിരഞ്ഞെടുക്കാറ്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും ഇന്ത്യൻ വംശജരാണ്, ഇന്ത്യൻ പൗരന്മാർ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ പലപ്പോഴും പലരും വിചാരിക്കുന്നത് അംബാനി കുടുംബം എന്നുള്ളത് ഇന്ത്യയുടെ ഒരു ബിസിനസ് ഫാമിലി ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാനി കുടുംബത്തിൻ്റെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് പാസ്പോർട്ടുകൾ വെച്ചതെന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അത് നമ്മളൊരു ഇപ്പോൾ അക്ഷയ് കുമാർ, അദ്ദേഹം കനഡിയൻ പൗരനാണ്. പക്ഷെ നമ്മൾ പേര് കേൾക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ഇന്ത്യക്കാരനാണ്, ഹോളിവുഡ് സ്റ്റാറാണ്, ഹോളിവുഡ് ഏറ്റവും വലിയ സിനിമ നടൻ. അദ്ദേഹം ഈ അടുത്ത കാലം വരെ കനഡിയൻ പാസ്പോർട്ടായിരുന്നു. പിന്നീട് ആൾക്കാർ ചോദ്യം ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തത്. അപ്പോൾ ഒട്ടനവധി പ്രമുഖരൊക്കെ സഞ്ചരിക്കുന്നതും യാത്ര ചെയ്യുന്നതും ജീവിക്കുന്നതും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ അമേരിക്കയിലും യൂറോപ്പിലാണ്. അതുപോലെ തന്നെയാണ് അംബാനി കുടുംബവും ഇത് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഭാഗമായിട്ടും അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ പലപ്പോഴും താഴേക്കിടയിലുള്ള ആൾക്കാർ അംബാനിയെ ഒരിതായിട്ട് കാണാറുണ്ട്. ഇന്ത്യയുടെ ഭാഗമായിട്ടും ഇന്ത്യയുടെ ഇതായിട്ടും കാണാറുണ്ട്. ആ തെറ്റിദ്ധാരണ എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അതിനെ ഒരു തെറ്റായിട്ടല്ല ഞാൻ കാണുന്നത്. തെറ്റിദ്ധാരണയുള്ള വ്യക്തികൾക്ക് ഒരു അറിവിലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതൊരു തെറ്റാണെന്നല്ല, ഒരിക്കലും അത് തെറ്റാണെന്നല്ല. അപ്പോൾ ഈ $300 ബില്യൺ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ ലഭിക്കാൻ പോകുന്നത് അമേരിക്കയ്ക്കാണ്. ഇവിടെ നിന്നായിരിക്കും ഇനി ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റി വിടാൻ പോകുന്നത് പോലും. അമേരിക്കയിൽ തൊഴിലവസരങ്ങൾ, ടാക്സ് ആയിട്ടൊക്കെ $300 ബില്യൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഒട്ടനവധി സാധ്യതകൾ അമേരിക്കയ്ക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. അപ്പം അതിലൊരു നെഗോഷിയേറ്ററായിട്ട് നമുക്കറിയാം, ഇപ്പോൾ ലോബിയിങ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു നമുക്ക് ഈ നിയമാനുസൃതമായിട്ടുള്ളൊരു ഇതാണ്. അതായത് ലോബി ചെയ്ത്, അപ്പം ഇതിൽ കാഷ് പട്ടേൽ എന്ന FBI ഡയറക്ടറൊക്കെ ഉൾപ്പെട്ടു എന്നാണ് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്.
കാഷ് പട്ടേലിൻ്റെയൊക്കെ ഒരു നെഗോഷ്യേഷൻ. കാരണം കാഷ് പട്ടേലിൻ്റെ അത്രയും ട്രംപിൻ്റെ അടുത്ത് സ്വാധീനമുള്ളൊരു വ്യക്തി വേറെ ആരുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടിയത്. അപ്പോൾ ഇതിലൊരു നെഗോഷിയേഷൻ്റെ ഒരു ഭാഗം കാഷ് പട്ടേൽ ഉണ്ടായിരുന്നുവെന്ന് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ എന്നോട് പറയായിരുന്നു. അപ്പോൾ കാഷ് പട്ടേൽ ആണ് ഇതിൻ്റെ ഇടനിലക്കാരൻ. $300 ബില്യൺ തന്നെയുമല്ല, 300 ബില്യൺ ഒരു ഇന്ത്യൻ പൗരൻ വന്നിട്ട് അമേരിക്കയിൽ $300 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് അത്ര സാധിക്കില്ല. കാരണം അതിൽ കണ്ടമാനം നൂലാമാലകളും നിയമപരമായിട്ടുള്ള നൂലാമാലകളുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ വേണമെങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ തന്നെ പാസ്പോർട്ട് എന്താണെന്നറിയില്ല, മുകേഷ് അംബാനിയുടെ. പക്ഷേ ധീരുഭായ് അംബാനി 80കളിൽ ഇന്ത്യയിൽ തുടങ്ങിയ കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ്, അവിടെ നിന്ന് മകൻ മുകേഷ് അംബാനിയിലേക്കും വന്നു, കുറച്ച് അനിൽ അംബാനിയിലേക്കും പോയി. അവിടെ നിന്നും തലമുറ മാറി വരുമ്പോൾ അതൊരു അമേരിക്കൻ കുടുംബവും അമേരിക്കൻ വ്യവസായവുമായി മാറിയോ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉന്നയിക്കുകയോ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൽ.